മുഖ്യമന്ത്രി ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കൾ ഡൽഹിക്ക് പുറപ്പെടുകയാണ്. കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും സണ്ണി ജോസഫും ഇന്ന് ഡൽഹിക്ക് തിരിക്കുമെന്നാണ് പുതിയ അപ്ഡേറ്റ്. നാളെ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടക്കാൻ പോകുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, ഈ നേതാക്കളുടെ യാത്രയും അതിനു പിന്നിലെ മുന്നൊരുക്കവും നാളെ എങ്ങനെ, ഷെഡ്യൂൾ എങ്ങനെ? മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകൾക്ക് ഡൽഹിയിൽ നിന്നൊരു തീരുമാനം വരേണ്ടതുണ്ട്. പക്ഷേ ആ തീരുമാനം എടുക്കാൻ ഹൈക്കമാൻഡിന് അത്ര വേഗത്തിലാവില്ല. വിശദമായ കൂടിയാലോചനകൾ വേണ്ടിവരും. രമേശ് ചെന്നിത്തലയെ പോലെ മുതിർന്ന ഒരു നേതാവ്, KC വേണുഗോപാലിനെ പോലെ ദേശീയ തലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവ്, തിരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ച് മികച്ച വിജയം നേടിക്കൊടുത്ത VD സതീശൻ എന്ന മറ്റൊരു നേതാവ്, ഈ നേതാക്കന്മാരിൽ ആര് മുഖ്യമന്ത്രിയായി എത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല മാനദണ്ഡങ്ങളും പരിഗണിക്കപ്പെടുന്നു. ആ മാനദണ്ഡങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് 3 പേരെയും തൃപ്തിപ്പെടുത്തി കാര്യമായ പ്രശ്നങ്ങളില്ലാതെ ഒരു പ്രഖ്യാപനം നടത്തുക എന്നുള്ളത് തന്നെയാണ് ദേശീയ നേതൃത്വം വിചാരിക്കുന്നത്. അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നേതാക്കളെല്ലാം ഡൽഹിക്ക് വിളിപ്പിക്കുകയാണ്. KC വേണുഗോപാൽ ഡൽഹിയിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഡൽഹിയിൽ നിന്നുള്ള പ്രതിനിധി സംഘം കേരളത്തിലെത്തി അഭിപ്രായങ്ങൾ MLA-മാരുടെയും MP-മാരുടെയും അതോടൊപ്പം തന്നെ ഘടകകക്ഷി നേതാക്കളുടെയും ഒക്കെ അഭിപ്രായം തേടി മടങ്ങുമ്പോഴും KC ഡൽഹിയിൽ തന്നെയായിരുന്നു. അതിനുശേഷം പിന്നീട് KC ക്യാമ്പിലെ പ്രമുഖരെല്ലാം ഡൽഹിക്ക് പോയി. AP അനിൽകുമാർ, അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ. A ഗ്രൂപ്പിൻ്റെ പിന്തുണ ഇത്തവണ എന്തായാലും KC വേണുഗോപാലിന് തന്നെയാണ്. അങ്ങനെ PC വിഷ്ണുനാഥ് തുടങ്ങിയ നേതാക്കളെല്ലാം ഡൽഹിയിലേക്ക് എത്തി. അവർ ഡൽഹിയിലുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഈ 3 പേർ കൂടി ഡൽഹിയിലേക്ക് തിരിക്കുന്നത്. ഇന്ന് രാത്രി 7:15 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്ന ഫ്ലൈറ്റിലാകും 3 നേതാക്കളും ഡൽഹിക്ക് പോകുക. നാളെയാകും നിർണായകമായ കൂടിക്കാഴ്ചകൾ. രാഹുൽ ഗാന്ധി ഇന്ന് ഹരിയാനയിലാണ്. രാത്രിയോട് കൂടി അല്ലെങ്കിൽ രാവിലെയാണ് രാഹുൽ ഗാന്ധി തലസ്ഥാനത്തേക്ക് എത്തി ഈ ചർച്ചകൾക്കെല്ലാം നേതൃത്വം വഹിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും നിർണായകമായ ചർച്ചകൾ നാളെ ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. ഈ ചർച്ചകൾക്കൊടുവിൽ 10-ാം തീയതി ഒരു പ്രഖ്യാപനം എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ നമ്മൾ വന്നപ്പോൾ കണ്ട വലിയ പൂരപ്പറമ്പ് പോലെ ആയിരുന്നു ഈ പറയുന്ന KPCC-യുടെ ആസ്ഥാനം. ഇവിടെ ഉണ്ടായിരുന്ന നിറയെ MLA-മാർ, 10-63 MLA-മാർ, MP-മാർ, അതോടൊപ്പം തന്നെ KPCC-യുടെ ഭാരവാഹികൾ, AICC-യുടെ ഭാരവാഹികളായിരിക്കുന്നവർ, അത്തരത്തിൽ നിറഞ്ഞു കവിഞ്ഞ ഇന്ദിരാഭവന്റെ മുറ്റമായിരുന്നു. ഇന്നിപ്പോൾ നിശബ്ദമാണ്, നിശ്ചലമാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇന്നലെ മുതൽ ഉണ്ടായിരുന്നതാണ്. അവിടെ KC വേണുഗോപാലിൻ്റെ ഒരു ഫ്ലക്സ്, ഇതിന് തൊട്ടിപ്പുറയായി വീണ്ടും KC-യുടെ ഒരു ഫ്ലക്സ്, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് KC-യുടെ ഒരു ഫ്ലക്സ്, അതോടൊപ്പം തന്നെ അതിന് ഓപ്പോസിറ്റ്, റോഡിന് ഓപ്പോസിറ്റ് സൈഡിലായി മറ്റൊരു ഫ്ലക്സ്. ഇത്രയും ഫ്ലക്സുകൾ ഇതിന് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ആ ഫ്ലക്സുകളെല്ലാം ഇവിടുന്ന് ഇപ്പോൾ KPCC-യുടെ ഈ സ്റ്റാഫുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. KC-യുടെ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഇന്നലെ വെച്ച ഒരു ഫ്ലക്സ് ഉണ്ട്. ആ ഫ്ലക്സിൽ കരിയോയിൽ ഒഴിച്ച നിലയിലായിരുന്നു ഇന്ന് രാവിലെ കണ്ടെത്തിയത്. കണ്ടപ്പോൾ തന്നെ KPCC ഓഫീസിലെ ജീവനക്കാർ എത്തി അത് മാറ്റിയിട്ടുണ്ട്. ആ ഫ്ലക്സുകൾ ഇപ്പോൾ നമുക്ക് അകത്ത്, KPCC ഓഫീസിനകത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് ഇവിടെ നിന്നാൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഫ്ലക്സുകളെല്ലാം അവിടെ നിന്നും പുറത്തുണ്ടായിരുന്ന ഫ്ലക്സ് എല്ലാം എടുത്ത് അകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ റോഡിന് മറുസൈഡിൽ അവിടെ ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിനൊപ്പമുള്ള KC വേണുഗോപാലിൻ്റെ ഫ്ലക്സ് ഇരിക്കുന്നു. അതോടൊപ്പം അപ്പുറ സൈഡിലായി മറ്റൊരു പോസ്റ്റിൽ ഫ്ലക്സ് ഇരിക്കുന്നു. KPCC-യുടെ മതിൽ ചാരി വെച്ചിരിക്കുന്ന ഫ്ലക്സുകൾ എന്തായാലും KPCC-യിലെ ജീവനക്കാർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ അങ്ങനെ നടക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഇന്നലത്തെ സാഹചര്യം പറഞ്ഞു അമൽ, ഇന്നിപ്പോൾ നേതാക്കൾ ഡൽഹിയിലേക്ക് പോകുന്ന സാഹചര്യം പറഞ്ഞു. ഇന്നലത്തെ ചർച്ചകൾ, ഇന്നലെ നിരീക്ഷകർ വന്നത്, MLA-മാരുടെ അഭിപ്രായം കേട്ടത്, കേരളത്തിലാകെ ഉണ്ടായ ഇത്തരം ഫ്ലെക്സ് യുദ്ധമടക്കം നേതാക്കളുടെ പ്രതികളടക്കം, ഇതൊക്കെ കോൺഗ്രസ് പൊളിറ്റിക്സിൽ എങ്ങനെയാണ് ഇന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഇന്നലെ ഉണ്ടായിരുന്ന 3 പേരുടെ പേരുകൾ, അതിലെവിടെയെങ്കിലും പ്രയോറിറ്റിയുടെ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ പൊളിറ്റിക്സ് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? കോൺഗ്രസ് പൊളിറ്റിക്സിന്റെ അന്തർധാര എങ്ങനെയാണ്? അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ അമൽ? അതായത് പൊതുവികാരം എന്നൊരു പ്രശ്നം നിലനിൽക്കുകയാണ്. VD സതീശന് വേണ്ടി ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്ന അവസ്ഥ പലയിടങ്ങളിലായി ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ 4 മണി മുതൽ പരിപാടികൾ പലയിടങ്ങളിലായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലായി ആളുകൾ തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ആഹ്വാനത്തിൻ്റെ പുറത്താണ് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ VD സതീശന് തെരുവിൽ പിന്തുണ കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജനവികാരം മാനിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ PJ ജോസഫും അടക്കമുള്ള ആളുകൾ ഇന്നലെ ദേശീയ നേതൃത്വം പോയിന്റിലേക്ക് വരണം ഞാനും വിചാരിച്ചതാണ്. ഇപ്പൊ 2 കാര്യങ്ങൾ. ഒന്ന്, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ ആർക്കാണ് ഭൂരിപക്ഷം എന്നത് ഒന്നാമത്തെ പ്രശ്നം. ആ ഭൂരിപക്ഷം അനുസരിച്ചാണ് തീരുമാനം, അങ്ങനെയാണോ എന്നത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ഘടകകക്ഷികളുടെ കൂടി പിന്തുണയിലാണല്ലോ സർക്കാർ വരാൻ പോകുന്നത്. അപ്പോൾ ഘടകകക്ഷികളുടെ പിന്തുണയിൽ ലീഗും PJ ജോസഫും ഒക്കെ, ആ ഗ്രൂപ്പും ഒക്കെ എങ്ങനെ നിൽക്കുന്നു എന്നത് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നുണ്ട്. അങ്ങനെയല്ലേ സർക്കാരിന് വരാൻ കഴിയൂ? അങ്ങനെയല്ലേ 71 തികയ്ക്കാനും കഴിയുള്ളൂ? അങ്ങനെ സാഹചര്യമാണല്ലോ. മൂന്നാമത്തെ കാര്യം, ഇതിനപ്പുറത്തൊരു സമവായ സാധ്യതയും മൂന്നാമതൊരാൾ അങ്ങനെയുണ്ടോ? ഒരു ചിത്രം വ്യക്തമാകാത്ത അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഘടകകക്ഷികൾ ഉൾപ്പെടെ ഇടപെടുന്നത്?
രതീഷെ, 3 കാര്യങ്ങളാണ് പരിഗണിക്കപ്പെടുന്നത്. രതീഷ് അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ പറഞ്ഞുപോയി. അതായത് ഒന്നാമത്തേത് പാർലമെന്ററി പാർട്ടിയിലെ പ്രാതിനിധ്യം തന്നെയാണ്. 63 അംഗങ്ങളിൽ ഏകദേശം 50ഓളം വരുന്ന ആളുകൾ കെ.സി. വേണുഗോപാലിന് കൃത്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. അത് ഏകദേശം ശരിയാണ് താനും. അതായത് ഇപ്പൊ ഉദുമയിൽ നിന്ന് വിജയിച്ചു വന്ന നീലകണ്ഠന്റെ കാര്യത്തിൽ നീലകണ്ഠന്റെ ആ കോളം ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ? ഈ പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം എന്നൊക്കെ പറയുമ്പോഴും ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. പിന്നെ ഘടകകക്ഷികളുടെ പിന്തുണയിൽ കൂടിയാണല്ലോ അധികാരത്തിലേക്ക് വരേണ്ടത്. അപ്പോൾ എങ്ങനെ ഘടകകക്ഷികൾക്ക് വലിയ റോൾ ഉണ്ടായി വരുമോ? അതോ ഈ MLA-മാരെ വീണ്ടും കേൾക്കുമോ? അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? രതീഷ്, അതാണ് പറഞ്ഞത്. ഈ MLA-മാരുടെ കണക്കെടുത്താൽ കൃത്യമായ ഭൂരിപക്ഷമുണ്ട്. ഇപ്പോൾ നീലകണ്ഠന്റെ കാര്യം പറയുമ്പോൾ നീലകണ്ഠൻ VD സതീശനൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ കോളം ബ്ലാങ്കായി കിടക്കുകയാണ്. അതിൽ VD സതീശന്റെ പക്ഷത്തിന് കൃത്യമായ അതൃപ്തിയുണ്ട്. അതിൽ നീലകണ്ഠൻ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല എന്ന് കാട്ടി AICC-ക്ക് പരാതി നൽകുകയും ചെയ്തു. അവിടെ നീലകണ്ഠൻ സ്ഥാനാർത്ഥിയാകുന്നതിലടക്കം VD സതീശന് കൃത്യമായ റോൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ VD-ക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് VD സതീശൻ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. ആ കോളം പക്ഷേ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതിന് താഴേക്ക് സണ്ണി ജോസഫിന്റെ പിന്തുണ പക്ഷേ കൃത്യമായി ഇവിടെ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. ആർക്ക്? കെ.സി. വേണുഗോപാലിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. KPCC-യുടെ അധ്യക്ഷനാണ്, പാർട്ടിയെ നയിക്കുന്നയാളാണ്. ആൾ കെ.സി. വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല. അങ്ങനെ ഓരോ പേരുകൾ പുറത്തു വന്നു. അതെന്തായാലും വലിയൊരു വീഴ്ചയായി തന്നെ കാണുകയാണ് ദേശീയ നേതൃത്വം. കാരണം അങ്ങനെ രഹസ്യമായി പറഞ്ഞ വിവരം പരസ്യമാകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ടി സിദ്ദിഖിൻ്റെ അടക്കമുള്ള പേരുകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന അതിൻ്റെ തൊട്ട് താഴെ നാദാപുരം എത്തുമ്പോൾ KM അഭിജിത്തിൻ്റെ പേരുണ്ട്. പക്ഷേ അഭിജിത്ത് ആരുടെ പേരാണ് പറഞ്ഞത് എന്നുള്ള കാര്യം ഒരു ഐഫോണിൽ മറക്കപ്പെട്ടിരിക്കുകയാണ്. ഐഫോണിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ടാകും ഇപ്പോൾ അഭിജിത്ത്. കാരണം അകത്ത് രഹസ്യമായി പറഞ്ഞ വിവരം പരസ്യമായില്ലല്ലോ. അത് ഐഫോൺ കാരണമാണ് എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ട്രോളായി പോലും വരുന്ന കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ MLA-മാരുടെ കണക്കെടുത്താൽ MLA-മാരുടെ പിന്തുണയുള്ള കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണോ? ഒന്നാമത്തെ ചോദ്യം. പക്ഷേ ഘടകകക്ഷികളുടെ പിന്തുണ ഇല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയായി എങ്ങനെ എത്തും? അത് VD സതീശൻ ക്യാമ്പ് ഉന്നയിക്കുന്ന ചോദ്യമാണ്. ഇനി മറുഭാഗത്തേക്ക് പോയാൽ VD സതീശൻ ക്യാമ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ MLA-മാരുടെ പിന്തുണ ഇല്ലാത്ത ഒരാൾ എങ്ങനെ മുഖ്യമന്ത്രിയാകുമെന്ന് KC ക്യാമ്പ് VD സതീശൻ ക്യാമ്പിനോട് ചോദിക്കുന്നു. പക്ഷേ അവിടെ ഉണ്ടാകുന്ന മറുചോദ്യം എന്ന് പറയുന്നത് മുന്നണി സംവിധാനത്തിൽ ഘടകകക്ഷികളുടെ പിന്തുണയില്ലാത്ത ഒരാൾ എങ്ങനെ സർക്കാരിനെ നയിക്കാൻ മുഖ്യമന്ത്രിയായി എത്താൻ കഴിയും എന്നൊരു മറുചോദ്യം VD സതീശൻ ക്യാമ്പ് കെ.സി. വേണുഗോപാൽ ക്യാമ്പിന് നേരെ ഉന്നയിക്കുന്നു. അത്തരത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും സംവാദങ്ങളും എല്ലാം വിശദമായി തന്നെ നടക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് കർണാടക മോഡൽ, കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി എത്തുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവിടെ മുഖ്യമന്ത്രിയായത് മുതിർന്ന നേതാവിൽ നിന്നുള്ള പരിഗണന ലഭിച്ച സിദ്ധരാമയ്യയാണ്. രാജസ്ഥാനിലാണെങ്കിൽ സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചു. സച്ചിൻ പൈലറ്റാണ് തിരഞ്ഞെടുപ്പിനെ നയിച്ചത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അവിടെ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായി എത്തുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി എത്തുമോ? ഒരു സമവായ മുഖ്യമന്ത്രി എന്നുള്ളതിലേക്ക് രമേശ് ചെന്നിത്തല എത്തുമോ എന്നുള്ളൊരു ചോദ്യം കൂടി വരികയാണ്. റീഡ് ചെയ്യുന്ന പൊളിറ്റിക്സ് ഇങ്ങനെയാണ്. 3 പേർക്ക് ഇപ്പോഴും സാധ്യതയാണ്. 3 പേരുടെ കാര്യത്തിൽ ഒരു ഇടിവും സാധ്യത കാര്യത്തിൽ ഇടിവുണ്ടായിട്ടില്ല എന്നതാണ് അമൽ കോൺഗ്രസ് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്താണ് അമൽ റിപ്പോർട്ട് ചെയ്യുന്നത്?